ഇനിയിപ്പോൾ താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയ ശേഷം തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കും. ഇനി എന്തൊരു കാരണത്തിനാണ് കുട്ടികൾ ഈ നാട് വിട്ടു പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കും. ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതായിരുന്നു. ഇതൊക്കെ എത്രത്തോളം ശരിയാണ്, എന്താണ് ഈ പ്രശ്നങ്ങൾ, അതിനൊക്കെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുക, കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോലീസ് ഇനി കടക്കുക. അതുകൊണ്ട് തന്നെ അടുത്തുള്ള നീക്കങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല കുടുംബമൊക്കെ തന്നെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ കുട്ടികളെ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. കുട്ടികളുടെ വലിയൊരു ആശങ്ക ഇനി എങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും, കുടുംബത്തെ എങ്ങനെ അഭിമുഖീകരിക്കും, വഴക്ക് പറയുമോ ചീത്ത പറയുമോ എന്നുള്ള ആശങ്കയായിരുന്നു കുട്ടികൾക്കുണ്ടായിരുന്നത്. സ്വാഭാവികമാണ്, 16 വയസ്സ് മാത്രം പ്രായമായ കുട്ടികൾക്ക് ഇത്തരം ഒരു ആശങ്കയൊക്കെ തന്നെ സ്വാഭാവികമാണ്. പക്ഷേ കുടുംബവും പോലീസും കുട്ടികൾക്ക് കൃത്യമായ ഒരു ഉറപ്പ് നൽകി, ഇവിടെ ആരും തന്നെ നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല, സന്തോഷവാനായി തന്നെ ഇങ്ങോട്ടേക്ക് വരിക, മറ്റുള്ള നടപടിയൊക്കെ തന്നെ സ്വീകരിക്കും, ഒരു പ്രയാസവും വേണ്ട, ആശങ്കയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബവും പോലീസും ഒക്കെ തന്നെ ഈ കുട്ടികളെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും കുട്ടികൾ നിലവിൽ പൂനെയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഈ പൂനെയിൽ എത്തുന്ന മുറക്ക് കുട്ടികളെ കൈമാറും, പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുവരും, കുടുംബത്തിന് കൈമാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമായത് വിവിധ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലായി മുംബൈയിൽ നിന്നുള്ള മലയാളികൾ അടക്കമുള്ളവരുടെ സഹായവും മുംബൈ പോലീസിന്റെ ഇടപെടലുമാണ് ഈ തിരച്ചിലിന്, അല്ലെങ്കിൽ ഈ കുട്ടികളെ കണ്ടെത്താൻ ഈ ഒരു ദൗത്യത്തിൽ ഏറെ നിർണായകവും സഹായകവുമായിട്ടുള്ളത്. അതുതന്നെയാണ് കുട്ടികളുടെ മാതാപിതാക്കളും പറയുന്നത്. എല്ലാവരോടും പറഞ്ഞാൽ തീരാത്ത അത്ര നന്ദിയുണ്ട്, അത്രയും ഒരു ഇടപെടലാണ് മാധ്യമങ്ങളും പോലീസും വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തുടർച്ചയായി ഈ വാർത്ത നൽകി എല്ലാവിധ പിന്തുണയും നൽകി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നാണ് ഒരു കുട്ടിയുടെ പിതാവ് അല്പസമയം 24-നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വലിയ ആശ്വാസവും വലിയ സന്തോഷവും വലിയ പ്രതീക്ഷയുമാണ് കുട്ടികളെ കണ്ടെത്തിയതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 1:45 കൂടിയാണ് ഈ കുട്ടികളെ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തുന്നു. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കുട്ടികൾ യാത്ര ചെയ്യുന്ന സമയത്താണ് RPF ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് തടഞ്ഞ് തെരച്ചിൽ നടത്തി കണ്ടെത്തുന്നത്. പിന്നാലെ ഇവിടെ മറ്റുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ട ഓഫീസ് ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് പൂനെയിലേക്ക് RPF കുട്ടികളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് കുട്ടികളെ നിലവിൽ പൂനെയിൽ എത്തിച്ച് പോലീസിന്റെ തന്നെ സംരക്ഷണത്തിൽ നിർത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ തന്നെ പോലീസും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ 2 കുട്ടികളെ താനൂരിൽ നിന്നും കാണാതാകുന്നു. പരീക്ഷയ്ക്കാണെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് സ്കൂൾ യൂണിഫോമിൽ പോയ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിവരം അത് കുടുംബത്തെ അധ്യാപകർ അറിയിക്കുന്നു. ആ ഒരു സമയത്താണ് വീട്ടുകാർ തന്നെ അറിയുന്നത് കുട്ടികൾ നാടുവിട്ടിരിക്കുന്നു, കാണുവാനില്ല എന്നുള്ള കാര്യം. പിന്നീടാണ് താനൂർ പോലീസിനെ ഈ മാതാപിതാക്കൾ സമീപിക്കുന്നത്. അങ്ങനെ താനൂർ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ കുട്ടിക്ക് ആദ്യം ഈ കാണാതായ ആദ്യ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി കുട്ടികൾ കോഴിക്കോട് എത്തിയതിൻ്റെ ഒരു ടവർ ലൊക്കേഷൻ പോലീസിന് ലഭ്യമാകുന്നു. അങ്ങനെ കുടുംബത്തിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടി കോഴിക്കോട് വിശദമായ തിരച്ചിലാണ് അന്വേഷണ സംഘം നടത്തിയത്. അതിനുശേഷമാണ് ഈ കുട്ടികളെ കാണാനാകുന്നതിന് തൊട്ട് മുൻപ് 2 വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണിലേക്ക് എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്നും കോൾ വന്ന വിവരം പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ എടവണ്ണ സ്വദേശി റഹീം അസ്ലം എന്ന് പറയുന്ന യുവാവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. യുവാവിനെ ബന്ധപ്പെടുന്നു. ആ ഒരു സമയത്താണ് യുവാവും ഈ പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്തിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നത്. അങ്ങനെ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് യുവാവിനെ ബന്ധപ്പെടുന്നു. അപ്പോഴാണ് കോഴിക്കോട് മുതൽ മുംബൈ വരെ ഈ യുവാവിനൊപ്പം പോലീസ് യാത്ര ചെയ്തു എന്നുള്ള കാര്യം ഈ കുട്ടികൾക്കൊപ്പം യുവാവ് യാത്ര ചെയ്തു എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ യുവാവുമായി 24 നമ്മളും പ്രതികരണം തേടിയിരുന്നു. ആ സമയത്ത് യുവാവ് പറഞ്ഞത് ഈ കുട്ടികൾ നാട് വിടുകയാണ് എന്ന് തന്നോട് പറഞ്ഞു. താൻ ഇൻസ്റ്റഗ്രാം മുഖേന പരിചയപ്പെട്ട കുട്ടികളാണ്. അങ്ങനെ ഒരു സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ള നിലക്കാണ് ആ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ കുട്ടികൾ ഒരു തരത്തിലും തയ്യാറായില്ല. ആ ഒരു സമയത്ത് താൻ അവരുടെ സുരക്ഷ മുൻനിർത്തി കുട്ടികൾക്കൊരു പ്രയാസവും ഇല്ലാതിരിക്കാൻ കൂടെ യാത്ര ചെയ്ത് അവർക്കൊപ്പം പോവുകയായിരുന്നു എന്നാണ് യുവാവ് പറഞ്ഞത്. അങ്ങനെ കോഴിക്കോട് നിന്നും യുവാവ് ഈ പെൺകുട്ടികൾക്കൊപ്പം മുംബൈയിൽ വരെ യാത്ര ചെയ്തു. അങ്ങനെ മുംബൈയിൽ എത്തുന്ന സമയത്ത് ഈ പെൺകുട്ടികളിൽ നിന്നും യുവാവ് വേർപിരിഞ്ഞു രണ്ട് വഴിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
ആ ഒരു ഘട്ടത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തുന്നു. യുവാവിനോട് അവിടെ തന്നെ തുടരാൻ പോലീസും നിർദ്ദേശം നൽകുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ മുംബൈയിലുള്ള ഒരു സലൂണിൽ ഈ പെൺകുട്ടികൾ എത്തിയ കാര്യം 24 പുറത്തുവിടുന്നത്. ഈ സലൂണിലെ ജീവനക്കാരി പകർത്തിയ ദൃശ്യങ്ങളിലായിരുന്നു ഈ പെൺകുട്ടികൾ ആണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് എന്നുള്ളതാണ്. അങ്ങനെ പോലീസും അതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നു, അന്വേഷണം ഒക്കെ തന്നെ നടത്തുന്നു. യുവാവിനെയും അവിടെ നിർത്തി പെൺകുട്ടികളെ ഏതെങ്കിലും വിധേന യുവാവിലേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ പോലീസും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വിജയം കണ്ടില്ല. പിന്നീടാണ് ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ ഓണായത്. അവിടെ നിന്നും അവർ വാങ്ങിയ മൊബൈൽ ഫോണായിരുന്നു അത്. അതിൻ്റെ IMA നമ്പർ മുഖേനയാണ് പോലീസ് ഈ ടവർ ലൊക്കേഷനൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പോലീസിന് ലൊക്കേറ്റ് ചെയ്യാനായത്. അങ്ങനെ ഈ പെൺകുട്ടികൾ ഏറെ നേരം മുംബൈയിലുള്ള സിറ്റീസ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കാര്യമൊക്കെ തന്നെ പോലീസിന് വിവരം ലഭിച്ചു. അങ്ങനെ അവിടേക്ക് ഒരു സംഘം എത്തുന്ന സമയമായപ്പോഴേക്കും ഈ പെൺകുട്ടികൾ അവിടെ നിന്നും ട്രെയിനിൽ തന്നെ മൂവ് ചെയ്യുന്നു എന്നുള്ള ടവർ ലൊക്കേഷനാണ് പിന്നീട് ലഭ്യമായത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ പെൺകുട്ടികൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ 1:45 ഈ ചെന്നൈ എഗ്മോർ ട്രെയിൻ ലോണാവാലയിൽ എത്തുമെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ ലോണാവാലയിലുള്ള RPFന് പോലീസ് വിവരം കൈമാറുന്നു. അവിടെയും തിരച്ചിൽ നടത്തുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ പുലർച്ചെ 1:45 കൂടി ലോണാവാലയിൽ ഈ ട്രെയിൻ എത്തുന്ന സമയത്ത് RPF ട്രെയിനിൽ പരിശോധന നടത്തുന്നു. ആ ഒരു സമയത്താണ് ഈ ട്രെയിനിൽ ഈ കുട്ടികളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം ഒക്കെ കുട്ടികൾ അങ്ങനെ എതിർപ്പോ അല്ലെങ്കിൽ മറ്റുള്ള നിസ്സഹകരണമൊന്നും തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അവർ പൂർണ്ണമായും സഹകരിച്ചു. പക്ഷേ RPFന് ഇവരെ ചോദ്യം ചെയ്യാൻ ഭാഷ ഒരു തടസ്സമായിരുന്നു. കുട്ടികൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ താനൂർ DSPയെ ഫോണിൽ വിളിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഫോൺ കൈമാറി. അങ്ങനെ കേരള പോലീസാണ് കുട്ടികളെ കണ്ടെത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴൊക്കെ തന്നെ കുട്ടികൾക്ക് ആശങ്ക, എങ്ങനെ നാട്ടിലേക്ക് വരും, അവ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും, മറ്റുള്ള ചീത്ത വഴക്കൊക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ആ ആശങ്ക പോലീസുമായും ഒക്കെ തന്നെ ഈ കുട്ടികൾ പ്രകടിപ്പിച്ചു. അപ്പോൾ പോലീസ് അവരെ ആശ്വസിപ്പിച്ചു, കൂടെ നിർത്തി ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. അതിന് പിന്നാലെ RPF ഈ ലോണാവാലയിൽ നിന്നും പൂനെയിലേക്ക് കുട്ടികളെ ട്രെയിനിൽ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. കാരണം ഈ ലോണാവാലയിൽ RPFുമായി ബന്ധപ്പെട്ട വലിയ ഓഫീസുകളോ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. അങ്ങനെ അതേ ട്രെയിനിൽ തന്നെ പൂനെയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു. പൂനെയിൽ റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് ഈ കുട്ടികളെ എത്തിക്കുകയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഈ RPF ഉദ്യോഗസ്ഥൻ സഞ്ജയ് സിംഗ് പറഞ്ഞിട്ടുള്ളത് വലിയ നടപടിക്രമങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഇല്ല. താനൂർ പോലീസ് എത്തിക്കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി പോലീസിന് തന്നെ കുട്ടികളെ കൈമാറാം എന്നുള്ളതാണ്. ഏതായാലും താനൂർ പോലീസ് 12 മണിയോടെയാണ് ഇവിടെ നിന്ന് മുംബൈയിലോട്ട് യാത്ര തിരിച്ചിരിക്കുന്നത്. താനൂർ SI സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ഈ മുംബൈയിലോട്ട് യാത്ര തിരിച്ചത്. ഈ പോലീസ് വാഹനത്തിൽ കൊച്ചിയിലേക്കും അവിടെ നിന്ന് രാവിലെ 6 മണിക്കുള്ള വിമാനത്തിൽ മുംബൈയിലേക്കുമാണ് പോലീസ് സംഘം പോവുക. ഏതാണ്ട് അവിടെ എത്തിയതിനു ശേഷം മുംബൈയിൽ നിന്നും ഈ ട്രെയിൻ മാർഗം പൂനെയിലേക്ക് പോകും. മറ്റുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിവേഗത്തിൽ തന്നെ കുട്ടികളെ സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ ഈ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. യുവാവിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് പോലീസിന്റെ ഒരു തീരുമാനം എന്നുള്ളത്. കാരണം പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾക്ക് നാളെ വിടാൻ ഈ യുവാവ് സഹായം നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകളടക്കം കുറ്റങ്ങൾ ചുമത്തിയായിരിക്കും യുവാവിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിനായി യുവാവിനെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്. യുവാവ് നാട്ടിലേക്കുള്ള ട്രെയിൻ യാത്രയിലായിരുന്നു. ആ ഒരു സമയത്ത് താനൂർ പോലീസ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവ് വഴിയിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കുട്ടികൾ കടന്നത്, മാത്രമല്ല യുവാവ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ നടത്താൻ പോലീസിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിൽ ആ നടപടിയിലേക്ക് പോലീസ് കടക്കും. ആദ്യം പോലീസ് നൽകിയ പരിഗണന എന്നുള്ളത് ഈ കുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്തുക, നാട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം യുവാവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കും നടപടിക്രമങ്ങളിലേക്കും കടക്കുക എന്നതായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിച്ച നിലപാട്. അത് ആദ്യഘട്ടം വിജയിച്ചു. കാത്തിരുന്ന, പ്രതീക്ഷയോടെ കാത്തിരുന്ന, പ്രാർത്ഥനകളോടെ കാത്തിരുന്ന ആ 2 പെൺകുട്ടികളെ ഒടുവിൽ മുംബൈയിൽ വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ആശ്വാസത്തിന്റെ മണിക്കൂറുകളാണ്, ആശ്വാസത്തിന്റെ വാർത്തയാണ് മുംബൈയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ലോണാവലയിൽ നിന്ന് പുലർച്ചെ 1:45 കുട്ടികളെ കണ്ടെത്തുന്നു. മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന ട്രെയിനിലായിരുന്നു ഈ കുട്ടികൾ ഉണ്ടായിരുന്നത്. RPF ഉദ്യോഗസ്ഥർ അവർക്ക് നേരത്തെ തന്നെ
ഇങ്ങനെ 2 കുട്ടികൾ യാത്ര ചെയ്യുന്ന വിവരം കിട്ടിയിരുന്നു. കുട്ടികളുടെ ഈ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്താണ് ഈ ട്രെയിനിൽ തന്നെ കുട്ടികളുണ്ട് എന്ന് ഒടുവിൽ ഉറപ്പിക്കുന്നത്. ആ വിവരം റെയിൽവേ പോലീസിന് കൈമാറുന്നു. അങ്ങനെ റെയിൽവേ പോലീസ് എത്തിയാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത്, അവിടെ തടയുന്നത്. പിന്നീട് ലോണാവലയിൽ തന്നെ കുട്ടികളെ ഇറക്കാൻ ആദ്യം വിചാരിച്ചെങ്കിലും അവിടെ റെയിൽവേ പോലീസിന്റെ ഓഫീസ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ, കുട്ടികളെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അതില്ല. അതുകൊണ്ട് പൂനെയിലേക്ക്, ട്രെയിൻ പോകുന്ന അതേ ദിശയിൽ പൂനെയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഇതേ ട്രെയിനിൽ തന്നെ പുലർച്ചെ 3 മണിയോടെ ഇപ്പോൾ പൂനെയിൽ കുട്ടികളെ എത്തിച്ചു. അവിടെ റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് കുട്ടികളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർ സുരക്ഷിതരായി റെയിൽവേ പോലീസിന്റെ കരങ്ങളിൽ ഇപ്പോഴുണ്ട്. വളരെ ആശ്വാസം നൽകുന്ന വാർത്ത. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് താനൂർ പോലീസ് എത്തണം. രാവിലെ 6 മണിയോടെ കൊച്ചിയിൽ നിന്നുള്ള വിമാനത്തിൽ താനൂർ പോലീസ് മുംബൈയിലേക്ക് എത്തും. മുംബൈയിൽ നിന്ന് പിന്നീട് ട്രെയിൻ മാർഗം പൂനെയിലേക്ക് വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉച്ചയോടെ മാത്രമേ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങാൻ കഴിയൂ എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 12 മണിയോടെ പോലീസ് സംഘം ഇവിടെ എത്തിയാൽ പിന്നീട് നടപടിക്രമങ്ങൾ അധികമുണ്ടാകില്ല എന്നതാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ അല്പസമയം മുമ്പ് 24-മായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. പിന്നീട് കേരളത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ രാവിലെ തന്നെ ആ കാര്യങ്ങളിലൊക്കെ തീരുമാനമാക്കിയതിനു ശേഷമായിരിക്കും കേരള പോലീസ് ഇങ്ങോട്ട് വരിക. ഒപ്പം ഈ കുട്ടികളോടൊപ്പം മുംബൈയിലേക്ക് യാത്ര ചെയ്തെത്തിയ യുവാവിന്റെ കാര്യത്തിൽ കൂടി തീരുമാനമാവേണ്ടതുണ്ട്. ഇയാൾ റോഹ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. മുംബൈയിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി മുംബൈയിലെ ദാദറിൽ നിന്നുള്ള ട്രെയിൻ തിരുനെൽവേലി എക്സ്പ്രസിൽ കയറിയാണ് ഇയാൾ യാത്ര തുടങ്ങിയത്. പക്ഷേ താനൂരിൽ നിന്നുള്ള ഡിവൈഎസ്പിയുടെ അടക്കം നിർദ്ദേശം പരിഗണിച്ച് ഇയാൾ റോഹയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇയാളെ കൂടി നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊരു സാഹസത്തിന് കുട്ടികൾ മുതിരാനുള്ള കാരണം, വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് കുട്ടികൾ പറയുമ്പോൾ പോലും അത് ഇത്രത്തോളം വലിയ സാഹസത്തിന് കുട്ടികളെ തയ്യാറാക്കുന്ന തരത്തിലുള്ളതായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വേണം. എന്തുകൊണ്ട് മുംബൈ തന്നെ അതിൽ തെരഞ്ഞെടുത്തു? ഇവിടെ മറ്റാരെങ്കിലും പരിചയമുണ്ടായിരുന്നോ? ഭാഷ പോലും കാര്യമായി വശമില്ലാതിരിക്കെ കുട്ടികൾക്ക് മുംബൈയിലേക്ക് എത്താനുള്ള പ്രചോദനം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ട്രെയിനിൽ വെച്ച് കുട്ടികളെ കണ്ടു എന്നതാണ് ആദ്യം റഹീം നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത്. അല്ലാതെ മറ്റ് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരിചയമുണ്ടെങ്കിലും ഇങ്ങനെയൊരു യാത്രയുടെ പങ്കാളിത്തത്തിൽ, ഈ യാത്രയുടെ ആലോചനയിൽ താൻ ഭാഗമായിരുന്നില്ല എന്നതാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വിവരം തനിക്ക് അറിയാമായിരുന്നു എന്നതാണ് റഹീമിന്റെ പ്രതികരണം. ഇവരെ പിന്തുണപ്പിക്കാൻ താൻ ശ്രമിച്ചു എന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും വലിയ സാഹസത്തിന് മുതിരുന്ന സമയത്ത് എന്തുകൊണ്ട് വീട്ടിൽ പറയാൻ, കുട്ടികളുടെ വീട്ടിൽ അറിയിക്കാൻ എന്തുകൊണ്ട് മുതിർന്നില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനൊക്കെ റഹീം മറുപടി പറയേണ്ടി വരും. JJ ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ഈ കേസിൽ വരും. കാരണം കുട്ടികൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ്, അത് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ അതും നൽകേണ്ടതുണ്ട്. കാരണം കുട്ടികളുടെ പ്രാഥമികമായ ആദ്യത്തെ ചില പ്രതികരണങ്ങൾ നമുക്ക് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. അതിൽ കുട്ടികൾ പറയുന്നത് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, വീട്ടുകാരുമായി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് തിരികെ പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് കുട്ടികൾ ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ഇത്രയും വലിയ പ്രശ്നമായ സ്ഥിതിക്ക് തിരികെ പോകുമ്പോൾ അത് വലിയ വഴക്ക് കേൾക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും എന്നതും കുട്ടികൾ പ്രതീക്ഷിക്കുന്നു. അത്തരം ആശങ്കകളും കുട്ടികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും വീട്ടിൽ ഇത്തരം സാഹചര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നമുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ അതിൽ കുട്ടികൾക്ക് മാത്രമാവില്ല, രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് നൽകേണ്ടതുണ്ടാകും. ഏതായാലും അത്തരം കാര്യങ്ങളിൽ കൂടി ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ശ്രദ്ധിക്കും എന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ അത്തരം ചില നീക്കങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തേക്ക് കുട്ടികളെ എത്തിച്ചാലും അത്തരം കൗൺസിലിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും വീട്ടിലേക്ക് രക്ഷിതാക്കളോടൊപ്പം കുട്ടികളെ പറഞ്ഞയക്കുക. ഇനി ഒരിക്കൽ കൂടി ഇത്തരമൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരമൊരു ചിന്തയിലേക്ക് പോലും കുട്ടികളെ നയിക്കാതിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരമാണ് യഥാർത്ഥത്തിൽ ഇതിന് ആത്യന്തികമായി ഉണ്ടാവേണ്ടത്. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം പറ്റാതെ കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചു എന്നത് തന്നെ വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടികൾ യാത്ര പുറപ്പെട്ടു എന്ന കാര്യത്തിൽ CCTV ദൃശ്യങ്ങളടക്കം തെളിവായി കിട്ടിയതാണ്. പക്ഷേ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഈ കുട്ടികളോടൊപ്പം യാത്ര ചെയ്ത റഹീമിനെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് പോലീസ് പിന്തുടർന്നത്. മഹാരാഷ്ട്രയിലേക്ക് എത്തി എന്ന സൂചനകൾ കിട്ടി. മുംബൈയിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വൈകിട്ടോടെ നിർണായകമായ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നത്.
മുംബൈയിലെ CST റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു സലൂണിൽ കുട്ടികൾ ഹെയർ ട്രീറ്റ്മെന്റിനും ഹെയർ കട്ടിങ്ങിനും വേണ്ടി എത്തുകയും വലിയ തുക അവരുടെ കൈവശമുണ്ടായിരുന്നു. വലിയ തുക കൊടുത്താണ് ഇതൊക്കെ ചെയ്തതും. ഏതാണ്ട് 5000-ന് മുകളിൽ പൈസ കൊടുത്തു. ഇവരുടെ പേഴ്സിൽ ആ സമയം 500-ന്റെ പല നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പണം വലിയ തോതിൽ കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് സലൂണിലെ ഉടമ തന്നെ പറയുകയുമുണ്ടായി. ഇവർക്ക് ഭാഷ, ഈ ഹിന്ദി ഭാഷ വലിയ പരിചയമില്ല എന്നത് ഇവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമായി. മുഖം മറച്ചാണ്, ഷാൾ കൊണ്ട് മുഖം മറച്ചാണ് എത്തിയത്. പക്ഷേ ഈ വൈകിട്ട് സമയത്തൊക്കെ ആളുകൾ, ഈ സ്ത്രീകൾ ഷാൾ കൊണ്ട് മുഖം മറച്ചൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് സംശയം തോന്നിയില്ല. എവിടെ നിന്നാണ് എന്ന ചോദ്യത്തിന് കേരളത്തിൽ നിന്നാണ്, മഞ്ചേരിയിൽ നിന്നാണ്, ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പൻവേലിലേക്ക് എത്തി എന്നതാണ് ഈ കുട്ടികൾ അവരോട് പറഞ്ഞിരുന്നത്. സാധാരണ ഈ സലൂണിലെത്തുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്താറുണ്ടായിരുന്നു, ഫോൺ നമ്പർ അടക്കം രേഖപ്പെടുത്താറുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ തങ്ങളുടെ കൈവശം ഫോണില്ല എന്നതാണ് ആ സമയം ഇവരോട് പറഞ്ഞത്. മാത്രമല്ല, ഈ റഹീം അസ്ലമിനെ വിളിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരാളുടെ മൊബൈൽ ഫോൺ കൂടി ഉപയോഗപ്പെടുത്തി എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിൽ പ്രശ്നത്തിന്റെ ഗൗരവം റഹീമിന് മനസ്സിലായിട്ടുണ്ടാകും എന്നതാണ് നമുക്ക് തോന്നുന്നത്. കാരണം റഹീം ഇവരുടെ ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങളൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടികൾ അത് ആ സമയം നൽകിയിട്ടുമില്ല. ഏതായാലും പിന്നീട് റഹീം മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുകയും ചെയ്തു. ഈ സമയം പെൺകുട്ടികൾ ഈ CST റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രാത്രി 11 കാലോടെയാണ് മൊബൈൽ ഫോണിന്റെ സിഗ്നലുകൾ പോലീസിന് ലഭിച്ചത്. പക്ഷെ പിന്നീട് CSTയിൽ നിന്ന് അവർ മൂവ് ചെയ്യുകയാണ്, അവർ മുന്നോട്ട് പോവുകയാണ് എന്നും ഈ സിഗ്നലിൽ നിന്ന് തന്നെ വിവരം കിട്ടി. ആദ്യഘട്ടത്തിൽ അത് പൻവേലിലേക്കാണ് എന്ന തോന്നലുണ്ടാക്കി. അത് ട്രെയിനിന്റെ ദിശ മാത്രമായിരുന്നില്ല, ഇവർ സഞ്ചരിക്കുന്ന ദിശ മാത്രമായിരുന്നില്ല. 11:43 റഹീമിനെ വിളിച്ച് ഈ കുട്ടികൾ തന്നെ ഞങ്ങൾ പൻവേലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് റഹീം നമ്മളോട് പറഞ്ഞത്. അതുകൂടി വിശ്വാസത്തിലെടുത്താണ് ഈ പൻവേൽ ഭാഗത്ത് എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളെത്താനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കണ്ടത്. മുംബൈയിലെ മലയാളികൾ ഒന്നടങ്കം, ഈ സന്നദ്ധ പ്രവർത്തകർ ഒന്നടങ്കം രംഗത്തിറങ്ങി പൻവേൽ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം പരിശോധന നടത്തി. പക്ഷെ അവിടെയൊന്നും കുട്ടികളെ കണ്ടില്ല. പിന്നീട് ഡോംബിവിലി ഭാഗത്തേക്ക്, കല്യാൺ ഭാഗത്തേക്ക് കുട്ടികൾ മൂവ് ചെയ്യുന്നതായുള്ള ഒരു വിവരം കൂടി കിട്ടി. ആ മേഖലയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും വലിയ പരിശോധനകൾ നടത്തി. പക്ഷെ ഏറ്റവും ഒടുവിലാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിലാണ് ഈ കുട്ടികൾ സഞ്ചരിക്കുന്നത് എന്നുള്ള വിവരം കിട്ടിയത്. അത് നിർണായകമായ വിവരമാണ്. അവിടെ നിന്നാണ് പിന്നീട് റെയിൽവേ പോലീസിലേക്ക് വിവരമെത്തുന്നത്. കുട്ടികളെ റെയിൽവേ പോലീസ് തടഞ്ഞു നിർത്തുകയും പിന്നീട് അവരെ സുരക്ഷിതമായി പൂനെയിൽ എത്തിക്കുകയും റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിലവിൽ മറ്റ് അപകടങ്ങളൊന്നും പറ്റാതെ സുരക്ഷിതരായി കുട്ടികൾ റെയിൽവേ പോലീസിന്റെ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ അത് വീട്ടുകാരെ മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി അവർക്കൊരു ആപത്തും പറ്റരുതേ എന്ന് വിചാരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ ഓരോ മനുഷ്യർക്കും വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതുകൊണ്ട് ഇപ്പോൾ പോലീസിന്റെ കൈവശമാണ് കുട്ടികളുള്ളത്. കേരള പോലീസ് എത്തിയതിനു ശേഷം കാര്യമായ നടപടിക്രമങ്ങളില്ല എന്നതാണ് റെയിൽവേ പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ തന്നെ കുട്ടികളെ കൈമാറും. അവരെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവർക്ക് വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു പരിഹാരമുണ്ടാക്കി കൊടുക്കേണ്ടതും നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കേരള പോലീസും നിർവഹിക്കും. ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ അതിൽ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക്, ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇനി ഓർക്കാതെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കുട്ടികൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിനുള്ള ഒരു സാഹചര്യമാണ് ഇനി ഒരുങ്ങേണ്ടത്. ഏതായാലും കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞു, വലിയ ഭാഗ്യം. ഇനി അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത്തരം ബുദ്ധിമോശങ്ങളൊന്നും തോന്നാതിരിക്കാൻ, ഇത്തരം സാഹസങ്ങൾക്ക് അവർ മുതിരാതിരിക്കാനുള്ള കരുതൽ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവട്ടെ. അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയുകയും വേണം. അതിനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവേണ്ടത്.